നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനെ ഗുരുതര വീഴ്ച സംഭവിച്ചതായി അയ്യപ്പ ഭക്തർ. കുടിവെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ 16 മണിക്കൂറിലധികമാണ് ഭക്തജനങ്ങൾ ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്നത്. വൈക്കം, പൊൻകുന്നം, കോട്ടയം, പാല തുടങ്ങിയ ഭാഗങ്ങളിൽ അയ്യപ്പ ഭക്തരുടെയും മറ്റു വാഹനങ്ങളും കടത്തിവിടാതെ ഇട്ടിരിക്കുകയാണ് പോലീസ്. ഇതോടെ റോഡ് ഉപരോധിച്ച് അയ്യപ്പ ഭക്തർ രംഗത്തെത്തി. 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ഇന്നലെ മാത്രമായി ശബരിമലയിലെത്തിയത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളിൽ വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തർ പറയുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിടുകയാണ്. ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ലഭിക്കാതെ കുട്ടികൾ അടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തിരുപ്പതിയിലെ സംവിധാനങ്ങൾ പോലും ഇതിനേക്കാൾ മികച്ചതാണ്. നാണംകെട്ട കേരള സർക്കാരിന്റെ സംവിധാനങ്ങൾ വളരെ മോശമാണെന്നും ഇനിയൊരിക്കലും ശബരിമലയിലേക്ക് വരില്ലെന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തർ അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്ന് ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുടിവെള്ളമോ ഭക്ഷണമോ പ്രാഥമിക കർമ്മങ്ങൾക്കുള്ള സൗകര്യമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പിടിച്ചിടുന്നതാണ് സ്ഥിതി രൂക്ഷമാക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിലും പിടിച്ചിടുന്ന വാഹനങ്ങളിലെ അയ്യപ്പ ഭക്തർക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തതിലും സംസ്ഥാന സർക്കാരിന് വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഭക്തർ പറഞ്ഞു. ശബരിമലയിൽ ഭക്തരുടെ വൻ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് ഏറിയതോടെയാണ് വാഹനങ്ങൾ പലയിടത്തും പോലീസിന് തടഞ്ഞു വെക്കേണ്ടി വന്നത്. നിലയ്ക്കലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാല, പൊൻകുന്നം റൂട്ടിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. എലിക്കുളം മുതൽ ഇളങ്കുളം അമ്പലം ജംഗ്ഷൻ വരെ 8 കിലോമീറ്ററോളം ഗതാഗത കുരുക്കാണ്. 12 മണിക്കൂറോളം പിന്നിട്ട ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. തീർത്ഥാടകരുടെ ബസ്സുകൾ പോലീസ് വൈക്കത്ത് പിടിച്ചിട്ടു. വാഹനം തടയുന്നതിൽ പ്രതിഷേധവുമായി തീർത്ഥാടകരും രംഗത്തെത്തുന്നുണ്ട്. കോട്ടയം വൈക്കത്തും ശബരിമല തീർത്ഥാടകർ റോഡ് ഉപരോധിക്കുകയാണ്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്നലെ 1 ലക്ഷത്തിലേറെ പേരാണ് 18ാം പടി കയറിയത്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഇത്. 1 മിനിറ്റിൽ 72 പേർ എന്ന കണക്കിലാണ് ഇപ്പോൾ തീർത്ഥാടകരെ 18ാം പടി കയറ്റുന്നത്. പരമാവധി ആളുകളെ കയറ്റിവിടുന്നുണ്ടെങ്കിലും തിരക്കിന് യാതൊരു ശമനവുമില്ല. അവധി ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ പ്രത്യേക പൂജാ ദിവസങ്ങളുമായതാണ് തിരക്ക് ഇത്രയും കൂടാൻ കാരണം. തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്ന ചൊവ്വാഴ്ചയും വലിയ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയ ഭക്തർക്ക് പോലും ദർശനം സാധ്യമായത് ഇന്ന് രാവിലെയാണ്. 24 മണിക്കൂറിലേറെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ പല ഭക്തരും ദർശനത്തിനായി കാത്തുനിന്നത്. സന്നിധാനം മുതൽ നീലിമല വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ദൃശ്യമാണ്. തിരക്ക് വലിയ തോതിൽ കൂടിയതോടെ പമ്പയിലേക്കുള്ള ഭക്തരുമായി എത്തുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പേർ എത്തിയാലും നിയന്ത്രിക്കാൻ കഴിയുമെന്നും അധികൃതർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു.